ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിന് ചുറ്റിനും സ്ഥലമുള്ളവരാണെങ്കിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ വിഷമയമില്ലാതെ നമുക്ക് തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ടേ, നല്ലതുപോലെ വെയിൽ, അതായത് സൂര്യപ്രകാശം കിട്ടണം. നമുക്കങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ പച്ചക്കറി കൃഷി അധികവും നമ്മുടെ ടെറസിൽ തന്നെ ചെയ്യുന്നത്. എന്നാൽ തണലുള്ള ഭാഗത്തും വളരാൻ പറ്റുന്ന ഇഞ്ചി, മഞ്ഞൾ, കൂവ, അതുപോലെ മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നത്, അതുപോലെ ഏലം, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ നമ്മുടെ പറമ്പിൽ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. പിന്നെ ചില അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, അത് നമുക്കങ്ങ് ഒരുമിച്ച് ചെയ്യാം. എൻ്റെ കൂടെ തന്നെ നിന്നോണം, നിങ്ങളാണ് എൻ്റെ ബലം. ഈ കിടക്കുന്നത് എന്നതാ, നമ്മൾ പാവൽ നട്ടുപിടിപ്പിക്കുമ്പോൾ പറയുവേ, പാവലിൻ്റെ വിത്ത് ഒരു ദിവസം 24 മണിക്കൂറും വെള്ളത്തിലിട്ട് കുതിർക്കണം. പിന്നെ അതിനെ വാരി നമ്മൾ നനവുള്ള തുണിയിൽ കിഴി പോലെ കെട്ടി വയ്ക്കണം. പിന്നെ നമ്മളതിനെ ചെറിയ കുഴി പോലെ എടുത്തിട്ട് അതിനകത്ത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് നടണം. പിന്നെ വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും വളം കൊടുക്കണം എന്നൊക്കെ. ഈ പാവത്തുങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും നമ്മൾ അവരെ രക്ഷപ്പെടുത്തിയെടുക്കണ്ടേ. ഇത് കണ്ടോ, ഒരു 4 ചുവട് പാവലിവിടെ കിളുത്തുന്നുണ്ട്. നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന കേടായ പാവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ കിളുത്തോട്ടെ എന്ന് ഉദ്ദേശമുണ്ട്. ഇങ്ങനെ വലിച്ചെറിഞ്ഞത് ഇവിടെ കിടന്ന് കിളുത്തതാണേ. അപ്പം നമ്മളതിന് വലിയ പരിഗണനയൊന്നും കൊടുത്തില്ല. പക്ഷേ ദേ വളർന്ന് അവന്മാർ ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ടേ. കണ്ടോ, നല്ല വളർച്ചയുള്ള വലിപ്പമുള്ള ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ദേ ഈ 4 ചുവടിനെയും ഇങ്ങോട്ടൊന്ന് വലിച്ചെടുക്കാവേ. ചിലപ്പോൾ ചിലതൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തേക്കാം. പൊട്ടിപ്പോയാലും നമ്മൾ പേടിക്കാനൊന്നുമില്ല, അവർ വീണ്ടും വളർന്നു വന്നോളും. അപ്പം ഞാൻ ദേ ഇതെല്ലാം ഒന്ന് ഇവരുടെ അടുത്തുനിന്ന് ഊരിയെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതുപോലെ ഉണ്ടല്ലോ, പടന്ന് കയറിപ്പോയിരിക്കുന്ന വള്ളികളെ നമുക്ക് കൃത്യമായിട്ട് പൊട്ടിപ്പോകാതെടുക്കാനുള്ള പണിയെന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ പുറകോട്ട് വലിക്കുവാണേ. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ ടെറസിലെ പന്തലിൽ കിടക്കുന്നതിനെയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒട്ടും പൊട്ടിയും മുറിഞ്ഞും ഒന്നും പോകത്തില്ല. അപ്പം വല്ല ഇലകളുടെയൊക്കെ ഇടയ്ക്കൊക്കെ കെട്ടിക്കിടക്കുകയാണെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചാൽ കണ്ടോ, ഇപ്പോൾ ഈ 4 ചുവടിനെയും നമ്മൾ ഒരു കേടുപാടും ഇല്ലാതെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്കിവർക്കൊരു പന്തലിട്ട് കൊടുത്ത് വളർത്തണ്ടേ. അപ്പം ഞാനൊരു പണി പറയാവേ. അപ്പോൾ അതിന് പന്തലൊക്കെ ഇട്ട് കൊടുക്കാൻ ഒത്തിരി സ്ഥലവും സൗകര്യവും ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഒരു കമ്പ് നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ പൊക്കമുള്ള കമ്പുകളൊക്കെ കിട്ടുമ്പം ഇതുപോലെ വെട്ടിക്കുത്തി ചാരി വെക്കും, നമുക്കൊരാവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പോയിട്ടൊരു ചെറിയ പരിപാടി ചെയ്യാം. നമുക്കിത് ഇവിടെ ഇതിങ്ങനെ ഒന്ന് കുത്തിച്ചാരി വെക്കാവേ. അപ്പോൾ ഇച്ചിരി ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടോട്ടൊരു ചെറിയ കുഴി ഒന്ന് എടുക്കട്ടെ. ഇത്രയും ഇനി നമ്മളിത് ഇതിനെ ഇവിടെ ഈ കുഴിയിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചാരി വെക്കുവാണേ. അപ്പോൾ ഇനി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നിൽപ്പുണ്ട്, അത്രയ്ക്കൊക്കെയുള്ള സൗകര്യമൊക്കെ മതി. ഇനി നമ്മളിതേ അവിടെ ഒരു കമ്പ് നിൽക്കുന്നുണ്ടോ, ആ കമ്പിനെ ഈ കമ്പിനെയും കൂടെ ഒന്ന് ചെറിയ വള്ളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഉടക്കി കൊടുക്കണം. ഇത് പിണിക്കയറെന്ന് പറയുവേ, തീരെ വില കുറഞ്ഞതാണ്. ഇതുണ്ടെങ്കിൽ ഇതെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വാഴയുടെ കച്ചിയോ വാഴക്കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് വള്ളികളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൻ്റെതൊക്കെ ഉണ്ടെങ്കിൽ അതോ, അല്ലെ പഴന്തുണിയുടെ സൈഡൊക്കെ നമ്മൾ കീറിയെടുത്തിട്ട് അതോ, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ ഈ പിണിക്കയറാണ് ഇവിടെ കെട്ടിക്കൊടുക്കുന്നത്. അത് ഒരിടത്തോട്ട് കെട്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പോലെ വലിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഇവിടെയാണ് കെട്ടുന്നത്. ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് ഉടക്കി കൊടുത്താൽ മതി. ചെറിയൊരു ഉടക്കി ഇതിന് വന്ന് കിട്ടിയാൽ മതി. ഇതുപോലെ എടുത്തിട്ട് കണ്ടോ, ഇത്രയും മതി. ഇനി ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ചുറ്റും. കണ്ടോ, ഇനി അങ്ങനെ സൈഡിലോട്ട് മാറിപ്പോകാതിരിക്കാൻ നമുക്ക് അവസാനം ഒരു പണി ചെയ്യാം. നമ്മളിതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പം ഈ കമ്പ് ഇങ്ങോട്ട് അടുക്കുന്നുണ്ടോ, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു പണി ചെയ്യാം. ഇവിടെ ഇതിനെ നമുക്കൊന്ന് ഉടക്കി വെക്കാം. കണ്ടോ, ചെറുതായിട്ടൊന്ന് ഉടക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വലിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ല. ഞാൻ ഇതിനെ ഇവിടെ വീണ്ടും ഒന്ന് ഉടക്കിയിട്ട് അപ്പുറത്തെ കമ്പയിലോട്ട് ചെയ്യുവാണേ. അപ്പം നമ്മൾ ഇതുപോലെ വിശാലമായിട്ടിവിടെ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കപ്പളത്തിൻ്റെ തൈ, പപ്പായയുടെ തൈ കിളിക്കുന്നുണ്ട്.
അപ്പം അതിനെ നഷ്ടപ്പെടുത്തണ്ട, നമുക്ക് വല്ലപ്പോഴും ഒരു തോരൻ വെക്കാനും ഒരു പഴം തിന്നാനും ഒക്കെ കിട്ടുന്നല്ലേ, അതുകൊണ്ടത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഉടക്കി കൊടുത്തു. 10 രൂപയുടെ കാര്യമുള്ളൂ. നമുക്കിത് ഇതേപോലെ ചുറ്റി താഴെ വരെ എത്തിയതിന് ശേഷം ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം വീണ്ടുമേ. 10 രൂപയുടെ കയറ് ഇതിലേ കൂടി ഇങ്ങനെ ചുറ്റി ഇവിടെ വന്നപ്പം തീർന്നു കണ്ടോ. അപ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് കെട്ടിക്കൊടുത്തേക്കാം, അഴിഞ്ഞു പോകാതിരിക്കണ്ടേ. അപ്പം കറക്റ്റായി കണ്ടോ. ഇനി നമുക്ക് ഈ വള്ളിയിലോട്ട് ഇവരെ ഇങ്ങനെ ഒന്ന് കയറ്റി വിട്ടേച്ചാൽ മതിയേ. ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളും. ഇതിലേക്കൂടെ പടരണം, എങ്ങനെ പടരണം എന്നൊക്കെയുള്ള കാര്യമൊക്കെ അവർ ചെയ്തോളും. ഞാൻ ഇത്രയും മാത്രമാണ് ഇവർക്കിനി ചെയ്തു കൊടുക്കുന്നത്. കണ്ടോ, ചുറ്റിയൊക്കെ അവരുടെ അറ്റം എങ്ങനെയാണോ വന്നിരിക്കുന്നത് ആ ഭാഗത്തൂടെ അവരങ്ങ് കയറി പൊക്കോളും. നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഇത്രയും കാര്യമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിന് സൗകര്യമില്ലാത്തവർ ഈ 10 രൂപയുടെ ഒരു കയറ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 10 രൂപ എടുക്കാൻ ഇല്ലാഞ്ഞിട്ടായിരിക്കുമല്ല പലർക്കും, ഇതൊന്ന് വാങ്ങിച്ചു കൊണ്ടുത്തരാൻ ചിലപ്പോൾ ആൾക്കാരില്ലാത്തവരെ, വാങ്ങിക്കാൻ കിട്ടാത്തവരെ, അടുത്ത് കടയില്ലാത്തവരൊക്കെ ഉണ്ട്. അവർക്കാണെങ്കിൽ ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു സൂത്രപ്പണിയുണ്ട്. ഇപ്പം ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഗൃഹനാഥൻ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇതുപോലെ ഒടിഞ്ഞു കിടക്കുന്ന വേണ്ടോ, ഇതിങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ ജീവികൾ വെട്ടിയിട്ടൊക്കെയാണ് ആ കമ്പ് കേട്ടോ അവിടെ വെച്ച് ഒടിഞ്ഞു പോയിരിക്കുന്നതാണ്. എൻ്റെ പുഴുക്കേടോ എന്തോ കേട് പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ വലിച്ചിട്ട് വരുന്നില്ല. അപ്പം നമുക്കത് കുറച്ച് ഉയരത്തി വെച്ചിട്ടൊന്ന് വെട്ടിയെടുക്കാം. നമ്മളതേ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും വേണമെന്നില്ല, ഈ തലപ്പ് നമുക്ക് അങ്ങ് ഒടിച്ചു കളയാം. ഇത്ര നീളം കളഞ്ഞേക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് പോയിട്ടൊരു പരിപാടി ചെയ്യാവേ. നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അവർക്ക് 2 വശത്തൂടെയും പടരാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തേച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്കിതിനെ ഒന്നിവിടെ ഉടക്കി കൊടുത്താൽ മതി, അവരിവിടെ പിടിച്ച് നിന്നോളും. ഈ 2 സൈഡിൽ കൂടെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ ഇല ഇങ്ങനെ വാടി കരിഞ്ഞ് ഉണങ്ങിപ്പോകും. അപ്പോൾ ഈർക്കിലികൾ ഇങ്ങനെ കയറ് പാകിയതുപോലെ തന്നെ നിൽക്കും. അതിൽ കൂടെ നല്ല ബലമായിട്ട് ഇവരുടെ ഇലകൾക്ക് പിടിച്ച് വളർന്ന് കയറാനായിട്ട് പറ്റും. ഇത് കണ്ടോ, നമ്മളന്ന് വളമൊക്കെ ഇട്ടിട്ട് നട്ടുപിടിപ്പിക്കുന്നത് കാണിച്ചതാണ് ഈ മുളകിൻ്റെ തയ്യെ. അപ്പോൾ അന്ന് എന്നോട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇത് വളരുവാണോ എന്ന് കാണിക്കണം, അങ്ങനെ വളം ഇട്ടിട്ട് വളർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ തന്നെ അവർ 3 പേരും വളർന്നു വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് മുളകുണ്ട്, പല ടൈപ്പ് മുളകുകളാണത്. ഇതിങ്ങനെ നേരെ മേളിലോട്ട് നിൽക്കുന്ന തരത്തിലുള്ള മുളകാണ്. ഇത് നമ്മുടെ സാധാരണ പച്ചമുളകാണ്. ഇത് കണ്ടോ, നല്ല ഓറഞ്ചും ചുവപ്പും വെള്ളയും ഒക്കെ ചേർന്നിട്ട് പലതരത്തിലുള്ള പേരുകളൊക്കെ ഇതിന് പറയും. എന്തായാലും കാര്യം ഇത് മുളകാണേ. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുക്കാം. താമസമായി കാന്താരി പോലത്തെ മുളകിൻ്റെ പറിച്ചെടുക്കലെന്ന് പറയുന്നത് ആവശ്യത്തിന് പറിച്ചോണം. അപ്പം നമ്മളിവിടെ കയറി വരാനൊക്കെയുള്ള ചിലപ്പം പെട്ടെന്ന് കയ്യിലുള്ള മുളക് നമ്മളെ ഇറച്ചാന്നൊക്കെ പറിച്ചുകൊണ്ടിരിക്കല്ലേ, അതൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ അയ്യോ ഒരു കമ്പ് പറഞ്ഞും പോകും. അപ്പോൾ ഞാൻ ഇത് മുഴുവനും പറിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ടേ. നമുക്ക് അവിടെ നിൽക്കുന്ന മുളകും കൂടെ ഒന്ന് പറിച്ചെടുക്കാം. അതിന് മുമ്പേ ഞാനൊരു സാധനം കാണിച്ചു തരാവേ. എന്നാണെന്നറിയോ, പൂച്ചപ്പഴം എന്ന് പറയുന്നൊരു പഴമാണേ. പണ്ടൊക്കെ ഉള്ളവർക്കറിയാം, ഇപ്പോൾ എഴുതിയ ആളുകൾക്ക് ഇത് അറിയാനും മേല, ആരുടെയും വീടുകളിലും ഇതുണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇതിലിങ്ങനെ ചെറിയ കായകൾ വരും. ഒരു ചാമ്പയ്ക്കയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഇതിന്, പക്ഷേ നല്ലതാണ്, ചെറിയ കായകളാണ്. അപ്പോൾ ഇത് കാലഹരണപ്പെട്ട് പോകുന്നതായതുകൊണ്ട് ഞാനിതിനെ ഒരെണ്ണത്തിനെ ഇവിടെ നിർത്തിയിരിക്കുവാണേ. ഇതാണ് നമ്മുടെ വളത്തിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത്. എന്നോട് ആരോ എൻ്റെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബയോഗ്യാസ് പ്ലാന്റ് ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇതിനകത്തൂടെ ഈ വളം ഒഴുകി വന്ന് ഇതിനകത്തേക്ക് വീഴുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ ഇറച്ചിയുടെയോ മീനിൻ്റെയോ അങ്ങനെയുള്ള എല്ലാ വേസ്റ്റും, അതുപോലെ ചോറൊക്കെ നമുക്ക് എപ്പോഴും മിച്ചം വരുമല്ലോ, ചോറും ആഹാര സാധനങ്ങളൊക്കെ വരും. അതൊന്നും എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടല്ല. ഇപ്പോൾ ശകലം കളയാനുണ്ടെങ്കിലും സങ്കടമില്ല. അത് നമ്മൾ വളമായിട്ട് വീണ്ടും നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുവാണല്ലോ. അപ്പുറത്ത് ഇതുപോലെ വേസ്റ്റ് ഇടാനായിട്ടൊരു സൗകര്യമുണ്ട്. അതിനകത്തൂടെ ഇട്ട് കഴിഞ്ഞാൽ സ്ലറി ഇതിലേ കൂടെ ഒഴുകി വന്ന് ഈ ബക്കറ്റ് നിറയുമ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ട് എല്ലാ തരത്തിലുള്ള പഴച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഒക്കെ ഒഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണിത്. പക്ഷേ ഇതിനകത്ത് ഇടാൻ പറ്റിയില്ലാത്തതെന്ന് പറയുന്നത് ഉള്ളിത്തൊലി, അതുപോലെ നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും തൊണ്ട്,
അതുപോലെ മുട്ടത്തോട്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് അത് ഇതിനകത്ത് ഇടാൻ പറ്റാത്തത്. അതിടാനായിട്ടുള്ളൊരു സൗകര്യം നമ്മൾ ടെറസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു ദിവസം അത് കാണിച്ചും കൂടെ തരാം. ഇതുപോലെയുള്ള ചാമ്പയ്ക്കയുടെ മരമാണ്. ആണ്ട് അതിങ്ങ് പറഞ്ഞു പോകുന്നു, ഞാൻ പിടിച്ചു നോക്കാഞ്ഞിട്ടാണ്. ചെറിയ പച്ച നിറത്തിലൊക്കെയാണ്. നല്ല മധുരമുണ്ട്. ഇത് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പൂക്കളും മുട്ടുകളും ഒക്കെ ധാരാളം മുകളിലുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണേ, കണ്ടോ. ഇത് പച്ചയായിരിക്കുന്ന അവസരത്തിൽ ഇതേ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പറിച്ചിട്ട് കറി വെക്കാം, പുളിങ്കറി വെക്കാൻ പറ്റുമേ. ഇത് മുറിച്ച് അരിഞ്ഞിട്ടിട്ട് അതുപോലെ ഈ പച്ചമുളകും കുറച്ചിട്ടിട്ട് തേങ്ങ അരച്ച് ചേർത്ത് കടുക് വറുത്ത നല്ല സൂപ്പർ ഒഴിച്ചുകറിയാണ് ഇഷ്ടമുള്ളവർക്ക്. ഇത് നല്ല മധുരമുള്ള ഇനമാണേ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം കിട്ടുന്നത്. അതാണ്ട് ആണ്ടടക്കുന്നത് കണ്ടോ, അത് പഴുത്തതാണ്. ഇത് ഞാൻ ഒരു ചുവട് ഏലം വീണ്ടും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. ഏലം നട്ട് ഞാൻ പരാജയപ്പെട്ടതാണ്. പക്ഷേ നമുക്കങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു കായെങ്കിലും അല്ലെ ഒരു ചുവടെങ്കിലും നല്ലതുപോലെ വളർന്നെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇപ്പം ഇത് ചുവട് പിടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ തൈകളെല്ലാം ചോട്ടിൽ നിന്ന് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നഷ്ടപ്പെട്ടു പോകാതെ വളർത്തിയെടുക്കണം. നമ്മുടെ ഈ കോട്ടയത്തെ ചൂടൊന്നും അതിന് സഹിക്കാൻ പറ്റുന്നൊന്നും അല്ല. ഇത് നമ്മുടെ കൃഷിഭവൻ അന്ന് ആ വളമൊക്കെ നമുക്ക് തന്നില്ലേ, ആ കൂട്ടത്തിൽ തന്നിരുന്ന 2 മുരിങ്ങയുടെ തൈയാണേ. അത് ഇവിടെ വെച്ച് ചൂട് പിടിച്ച് പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മുളകും കൂടെ ഒന്ന് പറിച്ചിട്ട് വരാം. ഇത് നമുക്ക് പാകമായിട്ടുള്ളൊരു ചക്കയാണേ. ആദ്യമായിട്ട് കായ്ക്കും. അതുകൊണ്ട് ഇത് ഏത് ഇനമാണെന്ന് അറിയത്തില്ല. ചെമ്പരത്തി വരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മണ്ണുത്തിയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന. ഇത് ഉണ്ടാകുമ്പോൾ അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗം. അതുകൊണ്ട് നമുക്കിത് ആദ്യത്തേതായതുകൊണ്ട് പഴുത്ത് വേണം പറിച്ചെടുക്കാൻ. ഇത് നമ്മുടെ പഴയ ഒരു കൂട്ടം മുളകാണേ. അപ്പോൾ എനിക്ക് മുളകിപ്പം അടുക്കള കുറവായിട്ട് വന്നിരിക്കുക. അപ്പം ഞാൻ ഇതിൻ്റേതൊന്ന് പറിച്ചെടുക്കാം. ഈ മുളകിന് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടനെ വളം കൊടുക്കണം കേട്ടോ. അങ്ങനെ വളം കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ വീണ്ടും വീണ്ടും ഉണ്ടാകത്തുള്ളൂ. ഇതിന് പാവം ഒന്നും നോക്കാതിരുന്നിട്ട് പോലും ഇഷ്ടംപോലെ മുളകൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പറിച്ചെടുത്തതിന് ശേഷം ഇച്ചിരി വളം കൂടെ, വളം വേണമെന്നില്ല, നമ്മുടെ ജൈവ സ്ലറിയോ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന സ്ലറിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടും. അപ്പം ഞാൻ ഇതേലെ മുളകൊന്ന് പറിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങളുടെ സമയം കളയണ്ട കേട്ടോ. ഈ കമ്പയിലൊക്കെ കിടക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ മുളകുണ്ട് കണ്ടോ. വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല, ഇതുപോലെ ഉണ്ടാകും. ഇപ്പം ടെറസയിലാണെങ്കിലും ഉണ്ടല്ലോ, ചൂട് കൂടിക്കഴിയുമ്പോൾ മുളകിൻ്റെ പിടുത്തം കുറയും. അപ്പോൾ ഈ പറമ്പിലാണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ചെറിയ ചോലയും തണുപ്പും ഒക്കെ കിട്ടുമല്ലോ. എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ പോലും മണ്ണിനൊരു ചെറിയ തണുപ്പൊക്കെ കാണും. അത് മതി അവർക്ക് പിടിച്ച് നിൽക്കാനായിട്ട്. അതേസമയം ടെറസിലാണെങ്കിൽ താങ്ങും തണലും ഇല്ലാത്ത വെയിൽ കിട്ടുമല്ലേ. അപ്പോൾ ഈ മുളക് തക്കാളി പോലെയുള്ളവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ടേ. അതിൻ്റെ കൂടെ ഈ ചെടിയിലെ മുളക് കുറച്ച് പറിക്കാനുണ്ട്. ഇതുപോലൊരു വേറൊരു കുഞ്ഞു തൈയുണ്ട്, അതിലേയും കൂടെ നമുക്ക് പറിച്ചിട്ട് വരാം. ഇതിൻ്റെ ഇലയ്ക്ക് കണ്ടോ മഞ്ഞളിപ്പ് തുടങ്ങിയിട്ടുണ്ടേ. ഇത് ശരിക്കും പറഞ്ഞാൽ എപ്സം സോൾട്ടിൻ്റെ കുറവ് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നാണേ. അപ്പോൾ ഇനി ഇതിനകത്ത് ഇച്ചിരി എപ്സം സോൾട്ട് കലക്കിക്കൊണ്ടുവന്ന് ചോട്ടിലൊഴിച്ചാൽ മതി, പെട്ടെന്ന് മാറും. അടുത്ത പ്രാവശ്യം വരുന്ന ഇലകൾ ഇതുപോലെ മഞ്ഞപ്പില്ലാതെ നല്ലോണം വന്നോളും. നമ്മളിത് ഈ വേലിപ്പന്തലെ കുറച്ച് സാധനങ്ങളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, നിത്യവഴുതനയൊക്കെ പൂവിട്ട് കഴിഞ്ഞു കണ്ടോ, പെട്ടെന്ന്. അതുപോലെ ഇവിടെ ഞാനൊരു ചുവട് ചെറിയ ചതുരപ്പയർ വെച്ചു. ഈ പ്രാവശ്യം അതിനകത്തൊന്നും ഫലം കിട്ടിയില്ലെങ്കിലും നമുക്ക് അടുത്ത വർഷത്തേക്കിനെങ്കിലും കിടന്നോളും. ഈ ചതുരപ്പയർ നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ചൂട് പോകാതെ കിടന്നോളും. പക്ഷേ കായ്ഫലം കിട്ടുന്നത് എപ്പോഴും ഈ മഞ്ഞും തണുപ്പുള്ള സമയത്ത് മാത്രമാണ്. അപ്പോൾ ഇതേ ഞാൻ അതും ഇതുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിൽ കൂടുതൽ ഇങ്ങനെ പരന്ന പന്തലിടാനില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലത്തെ വെർട്ടിക്കൽ പന്തലിട്ട് കൊടുത്താലും നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഒരു ചെറിയ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ. ഇത് നമ്മുടെ റോബസ്റ്റ പഴത്തിൻ്റെ ഒരു കൊലയാണേ, ഉണ്ടോ. ഇതിനേക്കാളും വലിയൊരു കൊലയാണ് ഇതിന് മുമ്പ് നമ്മൾ വെട്ടിയതേ. നമുക്കിതിന് കിട്ടിയത് എത്രയാണെന്നറിയോ? 100 രൂപ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് വിളയുമ്പം എന്നോടൊന്ന് പറഞ്ഞാൽ മതി. പടല തിരിച്ചോ അല്ലാതെയോ ഒക്കെ ഞാൻ തരാം. ഈ 100 രൂപയ്ക്ക് ഇഷ്ടമില്ലാതെ, അത് ഈ 100 രൂപ അവർ തരുന്നതെന്ന് പറയുന്നത് ഈ കായ വിറ്റ് തീർന്നതിന് ശേഷം തരാമെന്നാണ് പറയുന്നത്. എന്തിനാണ് നമ്മളങ്ങനെ ഈ കൃഷിക്കാരൻ കൃഷി മടുക്കുന്നതിനുള്ളൊരു പ്രധാന കാരണമാണത്. ഇപ്പോൾ എനിക്കിത് വിറ്റിട്ട് ഇതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കടയിൽ കൊടുക്കുന്നത്. ഒരു കീടനാശിനിയോ യാതൊരു തരത്തിലുള്ള വളങ്ങളോ നമ്മുടെ ബയോഗ്യാസ് സ്ലറിയോ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ജൈവ സ്ലറിയോ അല്ലാതെ യാതൊന്നും ഇതിന് കൊടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള പഴങ്ങളൊക്കെ കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമുള്ളതാണ്. ഇത് നമ്മുടെ റൊളീനിയാണേ. നല്ല വിളവായെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വിളവാകുന്നത് എപ്പോഴാണെന്ന് നമുക്കൊട്ട് മനസ്സിലാകത്തുമില്ല. നമ്മുടെ ആവശ്യത്തിന് റൊളീനി ഉണ്ടായിട്ടുണ്ട്. 1, 2 അവിടെയുണ്ട്. ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടോ.
അകത്തോട്ടൊക്കെ മാറിയത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടായി തുടങ്ങുന്നതിനോടുകൂടി ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം കൊണ്ട് തന്നെ കായകൾ ഉണ്ടായി തുടങ്ങും കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഒരു കായ ഉണ്ടായിരുന്നുള്ളൂ, അതെനിക്ക് പറിച്ചെടുക്കാനും പറ്റിയില്ല, നല്ല വെയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവർക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ അവർ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തേത് നല്ലോണം ആയി കിട്ടുന്നുണ്ട്. ഇത് നല്ല മഞ്ഞ കളറാകുമ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഇവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ, പഴുത്ത് വേണം നമുക്കിത് പറിച്ചെടുക്കാൻ. ആദ്യത്തേതല്ലേ. ഈ മുളകയിലെ മുളകും കൂടെ നമുക്ക് പറിച്ചെടുക്കാം, അല്ലേ ഇത് എല്ലാം വന്ന് കിളി കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അപ്പം ദേ ഓരോന്നും നമുക്ക് അടത്തിയെടുക്കണം. ഇച്ചിരി സമയം കിട്ടുമ്പം നമ്മളിത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം പറമ്പും മണ്ണും ഒന്നും വേണമെന്നൊന്നും ഇല്ല. നമുക്കൊരു ചെടിച്ചട്ടിക്കകത്ത് വെച്ചാലും നമ്മുടെ മുളക് നമുക്ക് ആവശ്യത്തിനുള്ള മുളകൊക്കെ കിട്ടും. ഇത് കണ്ടേ, ഇതൊരു ചെറിയ ചെടിയാണ്, ആദ്യമായിട്ടുണ്ടായതാണ്. അപ്പോൾ പോലും നമുക്കിത് ഇത്രയും മുളക് പറിച്ചെടുക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഈ മുളക് കണ്ടോ, മുളന്നെന്തേ വളർന്ന് ഇതുപോലെ പൂവിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനുണ്ടോ ചെറിയ കുരുടിപ്പിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇതൊരു ഒരു ടേബിൾ സ്പൂൺ കാണും കേട്ടോ, അത്രയും കുമ്മായമുണ്ട്. അത് ഞാൻ ഈ വെള്ളത്തിലോട്ട് കലക്കുവാണേ. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ കലക്കിയതിന് ശേഷം ഇതിനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഇലയിലും തണ്ടിലും ചുവട്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് രോഗം വന്ന് കണ്ടമാനാകാനായിട്ട് നോക്കി നിൽക്കേണ്ട, ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അവർ ഒരു കുഴപ്പമില്ലാതെ വളർന്നു വന്നോളും. അപ്പം നമ്മളിത് ഈ ഭാഗത്ത് കണ്ടോ, ഇങ്ങനെ ഒരു 2 ചുവട് മുളക്, അതുപോലൊരു 2-3 ചുവട് വഴുതനയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കുമ്മായം കലക്കിയത് ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ സാധാരണ പ്ലാവാണേ. അത് ചക്കയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പറമ്പിൽ ചെയ്തിരിക്കുന്ന കുഞ്ഞു പണികളുടെ കുഞ്ഞു വീഡിയോ ആണേ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.